അല്ല, ഇതിനു മുമ്പ് തന്നെ നമ്മള് ഈ വിഷയങ്ങളെല്ലാം നിയമസഭയിൽ പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞു, കേരളത്തിൽ ഒരു സംഭവമല്ല ഉണ്ടായിരിക്കുന്നത്, നിരവധി സംഭവങ്ങളാണ് ഇതുപോലെ ഉണ്ടായിരിക്കുന്നത്. ഇതിലൊക്കെ വളരെ അവഗണന നിറഞ്ഞ സമീപനമാണ് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. ആരോഗ്യവകുപ്പ് റിപ്പോർട്ട് തേടും, ആ റിപ്പോർട്ട് മേടിച്ചു വയ്ക്കും. അത് തന്നെ ഇപ്പൊ വോള്യങ്ങളുണ്ടാവും. ഈ ഹസീനയുടെ വിഷയം നിയമസഭയിൽ പറഞ്ഞതാണ്, മന്ത്രിയോട് പറഞ്ഞതാണ്. അവർക്കൊരു സഹായവും ചെയ്യുന്നില്ല. ഇപ്പൊ അവരുടെ ചികിത്സാ ചെലവ് പ്രതിപക്ഷമാണ് നടത്തുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലുണ്ടായ സംഭവത്തിൽ, അതുപോലെ വിനോദിനി പാലക്കാട് ഒരു കുട്ടിയുടെ കൈ നഷ്ടപ്പെട്ടു. ആശുപത്രിയുടെ അനാസ്ഥകാരുടെ കൈ ഓപ്പറേറ്റ് ചെയ്ത് മാറ്റേണ്ടി വന്നു. അതിനൊരു പകരം കൈ കൊടുക്കാനുള്ള മനസാക്ഷിയില്ലാത്ത ക്രൂരന്മാരുടെ സർക്കാരാണിത്. ഒന്നും ചെയ്തില്ല. ഈ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന്, സർക്കാർ ആശുപത്രികളുടെ ഭാഗത്ത് നിന്ന് അനാസ്ഥ ഉണ്ടാകുമ്പോൾ ആ പാവങ്ങളെ സഹായിക്കണ്ടേ? സാധാരണക്കാരായ മനുഷ്യരാണ്. അവരോട് ഒരു ദയയും കാണിക്കാതെ ഉള്ള സമീപനമാണ്. ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ് എന്ന പ്രതിപക്ഷ ആരോപണത്തിന് അടിവരയിടുന്ന കാര്യങ്ങളാണ് കേരളത്തിൽ നടന്നു വരുന്നത്. ഒരു സംശയം വേണ്ട കാര്യത്തിൽ. അതൊക്കെ പറയാം. ഇപ്പൊ മെഡിക്കൽ കോളേജുകളിൽ, കേരളത്തിലെ പല മെഡിക്കൽ കോളേജുകളും സാധാരണ താലൂക്ക് ആശുപത്രിയിൽ നിന്നും ജില്ലാ ആശുപത്രിയിൽ നിന്നും മെഡിക്കൽ കോളേജിലേക്ക് റെഫറൻസാ. ഇവിടെ മെഡിക്കൽ കോളേജിൽ ചെന്നാൽ, പേഷ്യന്റ് ചെന്നാൽ താലൂക്ക് ആശുപത്രിയിലേക്കും ജില്ലാ ആശുപത്രിയിലേക്ക് റിവേഴ്സ് റെഫറൻസ് ആണ്. കാസർഗോഡ്, വയനാട് മെഡിക്കൽ കോളേജുകളിലെല്ലാം. പാലക്കാട് മെഡിക്കൽ കോളേജ് UDF കൊണ്ടുവന്നാണ്. അത് ആകെ അനിശ്ചിതത്വത്തിലായി. ഒരുപാട് പ്രശ്നങ്ങൾ. മഞ്ചേരി മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ. എന്നിട്ട് എന്ത് നേട്ടം ഉണ്ടായെന്നാണ് ഈ പറയുന്നത്? അല്ല, സിസ്റ്റത്തിന്റെ കുഴപ്പമാണ്. അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നില്ല. ഞങ്ങളിത് നിരന്തരമായി പല പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. എല്ലാത്തിനും ഒറ്റപ്പെട്ട സംഭവം എന്നാണ് മറുപടി. ഒറ്റപ്പെട്ട സംഭവങ്ങളെല്ലാം കൂടി കൂട്ടിവെച്ചാൽ ഒരു വോളിയങ്ങളുണ്ടാവും. ഇത് ഒന്നും രണ്ട് സംഭവങ്ങളല്ലെന്നേ. സംസ്ഥാനത്തുടനീളം ഞാൻ പറയില്ലേ, 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിനോദിനിക്കുണ്ടായ സംഭവം തൊട്ട് നിരവധി സംഭവങ്ങളാണ് നെയ്യാറ്റിൻകരയിൽ, അല്ലേ? വിവിധ ഭാഗങ്ങളിൽ, കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിരവധിയായ സംഭവങ്ങളാണ്. അത് ഞാൻ പറഞ്ഞല്ലോ. ഇയാൾ കൂടി അങ്ങ് പോയി പങ്കെടുത്താൽ മതി. കൈരളിക്കാര് റിപ്പോർട്ടർമാര് പോയി പങ്കെടുക്കുക അതിന്റെ അകത്ത്. കാരണം അവരാണ് കൈരളി റിപ്പോർട്ടർമാര്. കേരളത്തിലുള്ള മുഴുവൻ കൈരളി റിപ്പോർട്ടർമാരും DYFI സംഘടിപ്പിക്കുന്ന താങ്കൾ ഉൾപ്പെടെ ഉള്ളവർ പോയി ആ മത്സരത്തിൽ പങ്കെടുക്കുക. നല്ല മത്സരമായിരിക്കും, നല്ല കടുത്ത മത്സരമായിരിക്കും. അത് കിട്ടും.